ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്നിവിടെ വീക്കെൻഡാണ്, ഫ്രൈഡേ ഉള്ള ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ആണ്. ഒരുപാട് റെസിപ്പികളുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ആദ്യം തന്നെ ഞാൻ രാവിലെ ചെയ്യാൻ പോണ പണിയെന്ന് പറയുന്നത് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലാണ്. അപ്പോൾ അത് 2 ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ നാസ്ത എന്ന് പറയുന്നത് ചായയും ഇന്നലത്തെ ബാക്കിയുള്ള കുറച്ച് ചപ്പാത്തിയാണ് കഴിച്ചത്. അപ്പോൾ അത് 2 ഫുൾ ചിക്കൻ, ഒന്ന് 1 കിലോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇവിടുത്തെ ചിക്കൻ്റെ അളവ് ഇത്താ പറയണത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണെന്നുള്ളത്. ഇവിടെ എങ്ങനെയാണ് കേട്ടോ വാങ്ങാൻ കിട്ടുക. അതിൻ്റെ ഉള്ളിലത്തെ പാർട്സൊക്കെ ഒഴിവാക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കുടലൂതൊന്നും ഒഴിവാക്കേണ്ടി ഒരുതില്ല. അതിന് ശേഷമുള്ള അളവ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള 2 ഫുൾ ചിക്കനാണിത്. അപ്പോൾ 2 കിലോ ഉണ്ട്, രണ്ടും കൂടെ കൂട്ടിയാൽ 1 കിലോ ആണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ മുഴുവനായിട്ട് സെൻറ്റർ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗമില്ലേ അവിടെ ഒന്ന് വര ഇട്ട് കൊടുക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം അൽഫാം ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ നാട്ടിലൊക്കെ കാണില്ലേ, ഒന്ന് ഇങ്ങനെയും കൂടെ ചെയ്താൽ കുറച്ചും കൂടെ സ്പൈസസ് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉമ്മ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പൈസി ആക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭക്ഷണത്തിൽ എരിവില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടും, നല്ല സ്പൈസി ആയിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഒന്ന് മസാല ഉള്ളിലേക്ക് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നത്. അപ്പോൾ അത് കാലിൻ്റെ ഭാഗത്തും ഈ ഒരു 2 വര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മസാല ഒന്ന് ഉള്ളോട്ട് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലും മസാല പിടിക്കും, പക്ഷേ കുറച്ച് എരിവ് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് മുറിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ അതാ കുറച്ച് മസാല ആണ് വേണ്ടത്. അപ്പം പാപ്രിക്ക പൗഡറാണ് വേണ്ടത്. ഒരു 4 ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ വേണം. ഇത് എരിവല്ല കേട്ടോ, ഇത് എരിവിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന് വരിക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രമാണ് ചേർക്കൂല, ഇത് ഉമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അതാ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടില്ല, കൂടുതൽ ചേർത്താൽ പിന്നെ കുട്ടികൾ കഴിക്കൂല. ഇനിയിപ്പോൾ അതാ 2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, ക്യുമിൻ സീഡ് പൗഡറാണിത്. 2 ടീസ്പൂൺ നിറച്ചെടുത്താണ്. പിന്നെ വേണ്ടത് സോയാ സോസാണ്. അപ്പോൾ 2 ചിക്കൻ്റെ അളവാണ് പറയുന്നത്. മൊത്തം ഒരു 4 ടീസ്പൂണോളം സോയാ സോസ് ചേർത്താണ്. പിന്നെ വേണ്ടത് ബാർബിക്യൂ സോസാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ബാർബിക്യൂ സോസ് ഞാൻ എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ പിഴിഞ്ഞത്, ഒരു 2 ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ പിഴിഞ്ഞ് വെച്ച് കൊടുത്താൽ മതി, ചെറുത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവൊക്കെ ഞാനൊരു ഏകദേശ കണക്കാണ് പറയുന്നത്, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു കളർ വരാൻ വേണ്ടി കുറച്ച് റെഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്, വേണമെങ്കിൽ മാത്രം. ഞാൻ വീഡിയോ ആയതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടിയില്ല, ഇത് മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മസാല പിടിച്ച് കിട്ടാൻ കുറച്ചൊരിതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ വരട്ട് വെച്ച ഈ ഒരു ചിക്കനിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിൽ കൂടുതൽ വെക്കൂല കേട്ടോ. അടുത്ത് ഇതിൻ്റെ മുന്നേ ആരോ ഒന്ന് ചോദിച്ചിരുന്നു, ഈ ചിക്കനൊക്കെ നമ്മളിങ്ങനെ മസാല തേച്ച് വെക്കുന്നത് എത്ര സമയം വരെ മാക്സിമം വെക്കാൻ പറ്റും എന്നുള്ള. അത് ഒരു ഓവർനൈറ്റാണ് കേട്ടോ. മാക്സിമം ടൈം എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റാണ്. ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ അത്രേ വെക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതലൊന്നും നമ്മൾ വെക്കരുത് കേട്ടോ, അപ്പോൾ കേടായി പോകും. അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഫ്രീസ് ചെയ്ത് ഐസായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്നല്ലാണ്ട് സാധാരണ രീതിയിൽ ഒരു ഓവർനൈറ്റാണ് മാക്സിമം വെക്കാൻ പറ്റുന്ന സമയം. ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് മാറ്റി വെക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ രാവിലെ തേക്കാന്ന് പറഞ്ഞത്. ഉച്ചക്കത്തേക്കുള്ളത് ഒരു 3 മണിക്കൂർ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞിട്ട് ഞാനിതാ ചോറുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സെല്ല ബസ്മതി റൈസാണിത്. ഇതൊന്ന് സോക്ക് ചെയ്യണം, ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് എടുക്കണം. ഞാനിവിടെ 6 കപ്പാണ് മെഷറിംഗ് കപ്പിൽ എടുത്തത് കേട്ടോ. അപ്പോൾ സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ മന്തി ഉണ്ടാക്കുന്ന അരിയാണ്. അപ്പോൾ അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് സ്പൈസസ് വേണം. അതാ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം കൂടെ ഞാൻ ഈ ഒരു ബോക്സിലിട്ടിട്ടാണ് തിളപ്പിക്കാൻ വെക്കൽ. അതാകുമ്പോൾ ചോറിൽ കാണാനൊന്നും ഉണ്ടാവില്ല, ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. ഇതെവിടുന്നാണ് വാങ്ങുക, UAE-യിലാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ആരൊന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ UAE-യിൽ ഇതെവിടെ കിട്ടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തതാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിന് ഒന്നുകിൽ സ്പൈസ് ബോക്സ് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ടീ ബോക്സ് എന്നും പറയും കേട്ടോ. ചായപ്പൊടി ഇട്ടിട്ടും ഇങ്ങനെ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. ഇനിയിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഒരു 4-5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കൈപ്പിടി, ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ അളവ് ഒരു 2 കൈപ്പിടിയാണ് കേട്ടോ. അത് ആ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളറൊന്നും മാറണ്ട, ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് സോഫ്റ്റായി എന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. ഒരു 2 മിനിറ്റ് നേരം മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം 4 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് 2 പാക്കറ്റാണ്, അപ്പോൾ 4 എണ്ണമാണ് ഉണ്ടാവുക. 4 കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഇത് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നേരം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക.
അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഇല്ല, അതിൽ ഞാനൊരു അരക്കപ്പ് വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ്. അതൊരു ടിപ്പാണ്, പെട്ടെന്ന് ഫ്ലേവർ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ബോക്സോട് കൂടി ഒരു അരക്കപ്പ് ചൂടുവെള്ളത്തിൽ ഞാൻ അവിടെ വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ട ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ കാരമലൈസ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത വെള്ളമാണ് ഇട്ടത്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കരിയിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തിളച്ച വെള്ളമാണ് വയ്ക്കുന്നത്. ഞാനിപ്പോൾ 6 കപ്പ് അരിയാണ് എടുത്തത്, അതിലേക്കൊരു 9 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം കേട്ടോ. നമ്മൾ അരമണിക്കൂർ സോക്ക് ചെയ്താൽ മാത്രമാണ്. ഒരു 10-15 മിനിറ്റാണ് നിങ്ങൾ സോക്ക് ചെയ്യണമെങ്കിൽ ഡബിൾ തന്നെ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സമയം സോക്ക് ചെയ്തുകൊണ്ടാണ് 1.5 വെള്ളം എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ അതിലേക്ക് കുറച്ച് സാഫ്രോൺ യെല്ലോ കളർ വേണം. ഇത് സാഫ്രോണിൻ്റെ ടേസ്റ്റും ഉണ്ടാവും, യെല്ലോ കളറും കൂടി, രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ്. നല്ലൊരു കളറും കിട്ടും, എന്നാൽ സാഫ്രോണിൻ്റെ ചെറിയൊരു ഫ്ലേവറും വരും. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ചിക്കൻ ക്യൂബ് ചേർത്തതാണ്, അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരും. അപ്പോൾ അത് ചേർക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എത്ര ഉപ്പ് വേണമെന്നുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഉപ്പ് തീരെ വേണ്ട, നിങ്ങൾക്ക് ചിക്കൻ ക്യൂബ് തന്നെ 2 കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആ സോക്ക് ചെയ്ത അരി ഞാൻ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അരമണിക്കൂറാണ് ഇത് സോക്ക് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മരത്തിൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സോക്ക് ചെയ്ത അരി ആയതുകൊണ്ട് സ്റ്റീലിൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്തെ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തള വന്നു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ല, നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള അത് ഞാൻ ബേക്ക് ചെയ്യാണ്. 1 അവറിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 250 ഡിഗ്രിയിൽ കേട്ടോ. ഞാൻ 1 അവറാണ് ബേക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ ചെറിയ തീയിൽ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്പൈസ് ബോക്സ് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിവിടെ ഞങ്ങൾക്കിവിടെ സൗദിയിൽ 5 റിയാലിൻ്റെ ഷോപ്പിൽ, അതുപോലെ തന്നെ ബഷവാത്ത്, ബവാസീർ ഇങ്ങനത്തെ ഷോപ്പിൽ കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് നല്ല പാകത്തിലുള്ള റൈസായി മാറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒരു ചോറും ഇഷ്ടപ്പെടാത്ത ആളാണ്, പക്ഷേ ഈ ഒരു റൈസ് എൻ്റെ അമ്മക്കും നല്ല ഇഷ്ടമായി. കാരണം മന്തിനെക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പൂതിക്ക് ഒരു പുഡിങ് തിന്നാൻ തോന്നിയ സമയത്ത് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു കാരമൽ പുഡിങ്ങാണ്. 1 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന കാരമൽ മിക്സാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങനത്തെ 2 പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. ഒരു പാക്കറ്റിന് 1/2 ലിറ്ററാണ് പാലിൻ്റെ അളവ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുണ്ട്, അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ സമയവും ഇല്ല, നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ തിന്നാൻ പറ്റുന്ന എന്താണ് പെട്ടെന്ന് സെറ്റായി കിട്ടുക എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനത്തതാകുമ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഒരുപാട് സമയവും മിക്സിങ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനിയിപ്പോൾ ആ ഒരു പാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്ത ഷുഗർ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു പാക്കറ്റില്ലേ, 2 പാക്കറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ആ പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതൊന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ ആ പാലിൽ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിൽ ഇനി എക്സ്ട്രാ ഒന്നും ചേർക്കണ്ടില്ല കേട്ടോ, പഞ്ചസാര ഒന്നും ചേർക്കണ്ട. ഒരു നേരിയ മധുരമാണ് ഇതിനുണ്ടാവുക, അത് മതി, അതാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ അത് മിക്സ് ചെയ്ത ആ ഒരു കൂട്ട് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പം ചെറിയ ചെറിയ തവിയിൽ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു കാരമലൈസ് ചെയ്ത ആ ഒരു ഷുഗർ മെൽട്ടായിട്ട് ഇതിലേക്ക് മിക്സ് ആയി പോകും. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കാരണം നല്ല ചൂടുള്ള കസ്റ്റാർഡല്ല നമ്മളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ, ഒന്ന് തണുത്തോട്ടെ. ഇപ്പോൾ നമ്മളെ ആ ഒരു അൽഫാമൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല. ഇനിയിപ്പോൾ ഞാനത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മസാലയൊക്കെ ഉള്ളിൽ, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ മസാലയൊക്കെ കുറച്ച് ഉള്ളിൽ ഉള്ള പോലെ തോന്നും. അതിനാണ് നമ്മൾ ആ ഒരു കീറിട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ റൈസ് അടിപൊളി റൈസാണ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസുമാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്, വിളമ്പാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഇവിടെ ജർജീർ എന്ന് പറഞ്ഞിട്ടുള്ള ഇലയാണ് കേട്ടോ. ചെറിയൊരു കയ്പോട് കൂടിയുള്ള ഇലയാണ്. ഈ ഇലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിങ്ങനെ കഴുകിയിട്ട് നമ്മൾ കൈകൊണ്ട് തിന്നണ സമയത്ത് അതിൻ്റെ തണ്ട് വേണമെങ്കിൽ മാറ്റിയാൽ മതി. കത്തി വെച്ച് ഇതിനെ മുറിച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അത് അവിടെ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ആ ഒരു ടൊമാറ്റോ ഇതാണ്, അത് ലിയാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു തക്കാളി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിളാണെന്നൊന്നും പറയണില്ല, കാരണം ഇതൊന്നും കിട്ടാത്ത ആൾക്കാരും ഇല്ലേ, നമ്മളിപ്പോൾ എല്ലാം സിമ്പിളാന്ന് പറയുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു ലഞ്ച് എന്ന് പറയുന്നത് ഫ്രൈഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക, സൂപ്പർ ടേസ്റ്റാണ്, എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കുക.
ഇപ്പം ഇതാ ബാസിയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആച്ചിയാണ് വരാനുള്ളത്. ആച്ചി പിന്നെ ഓഫീസ് ഞാനെപ്പോഴും പറയുന്നതാണ്, പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ അവന് ഫ്രൈഡേ ലീവില്ല, UK കമ്പനി ആയതുകൊണ്ട് അവന് സാറ്റർഡേ സൺഡേ ആണ് ലീവ്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡേ അവന് അതിൻ്റെ ഇടയിലൊന്ന് ഗ്യാപ്പ് എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തൊരു ചായ ഉണ്ടാവും. പിന്നെ രാത്രി നമ്മൾ പുറത്തുനിന്നാണ്, വീക്കെൻഡല്ല, അപ്പോൾ ഒരു ദിവസം നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കൽ. അപ്പോൾ അതെല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറും കഴിഞ്ഞാൽ ഇനി നമുക്ക് വൈകുന്നേരത്തെ ചായയിലേക്ക് ഇറങ്ങുകയും ചെയ്യാം. ഇനിയിപ്പോൾ അതാ ആച്ചിയും വന്നിട്ടുണ്ട്. പിന്നെ ലിയാന ഉന്നയിൽ നിൽക്കൂല കേട്ടോ, ക്യാമറ എടുക്കുന്നതുകൊണ്ട് അവൾ നിൽക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞാൽ നമുക്കിനി ആ ഒരു സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങും കൂടി എടുക്കാം. അപ്പോൾ അത് ഒരു അരമണിക്കൂർ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തണുപ്പായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയെന്നേ ഉള്ളൂ കേട്ടോ. നല്ലോണം തണുപ്പിച്ചാൽ ഒന്നും കൂടെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് കമത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ എക്സ്ട്രാ മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ മധുരങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതൊരു നേരിയ മധുരമാണ് കേട്ടോ, ഈ ഒരു പാക്കറ്റിൽ ഉള്ള മധുരം ആയതുകൊണ്ട് ചെറിയൊരു നേരിയ മധുരമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കാരമൽ പുഡിങ്ങാണ് ഇന്ന് നമ്മൾ കഴിച്ചത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ, അല്ലെ പെട്ടെന്ന് ഒരു പുഡിങ് കഴിക്കണം എന്നൊക്കെ തോന്നിയാലുള്ള എളുപ്പ വഴിയാണിത്. അപ്പം പുഡിങ്ങൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളടുത്ത് ക്രീം, മിൽക്ക് മെയ്ഡ് ഇതൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള നമ്മൾ ആലോചിക്കില്ല, എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലും. ഇനിയിപ്പോൾ അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന സ്നാക്ക് എന്ന് പറയുക എൻ്റെ രീതിയിലുള്ള ഒരു മൈസൂർ ബോണ്ടാണ് കേട്ടോ. 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, പുളി കുറവുള്ള 2 കപ്പ് തൈര്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ്, സോറി ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂൺ എന്തെങ്കിലും മതി. ഇതിങ്ങനെ വിസ്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും, ആ ഒരു തൈര് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് പതഞ്ഞ് വരും. പതഞ്ഞ് ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ തോന്നും നമുക്ക്. നല്ലൊരു ഫ്രഷ് ക്രീമൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് വെച്ച പോലെ ഉണ്ടാവും. ആ ഒരു രീതിയിലാകണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ആ ഒരു ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ തൈരും. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ടെക്സ്ചർ. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക, തീരെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ആണ് ചേർക്കുന്നത്. എൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ മെഷറിംഗ് കപ്പിലൊക്കെ എടുത്ത് കാണിച്ചു തരുന്നത്. ഞാൻ എൻ്റെ ഒരു കൈ അളവിൽ ചേർക്കുന്നതാണ്. അപ്പോൾ 1 കപ്പിന് മൈദക്ക് അതിൻ്റെ പകുതി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, വറുത്ത അരിപ്പൊടി 1/2 കപ്പ് ചേർത്താണ്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് വേണ്ടി കേട്ടോ, കൊത്തി അരിഞ്ഞ ഇഞ്ചി എന്ന് പറയില്ല, അതിൽ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്ര തന്നെ പച്ചമുളകും ഇങ്ങനെ ഒന്ന് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചിരണ്ടിയ തേങ്ങ ആണ് കേട്ടോ. തേങ്ങ അതിൻ്റെ ഡബിൾ 2 ടേബിൾ സ്പൂണാണ് തേങ്ങ എടുത്തത്. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ചാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പ്ലേറ്റിൽ എടുത്തത് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിലിനി വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടി കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇടുക എന്ന് പറയില്ല, അങ്ങനെ നുള്ളി ഇടാനുള്ളതാണ്. അപ്പം വല്ലാണ്ട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. കാരണം ഒരു ലൂസിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടി, ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല. കട്ടിയായാൽ തിന്നുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും ചെയ്യണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മിക്സ് ആവുന്നതിനനുസരിച്ച് കണ്ടില്ല, കുറച്ച് ലൂസായി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വേണ്ടത്. ഇനിയിപ്പോൾ അത് ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് ഇങ്ങനെ മുക്കിയെടുക്കുക. ഒന്ന് പച്ചവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ നമുക്കിങ്ങനെ ഓരോ നുള്ളിയിട്ട് ഇങ്ങനെ ഓരോ ഉരുള എടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഷേപ്പ് ചെയ്യൊന്നും വേണ്ട, എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അതൊരു ഷേപ്പായിട്ട് അതിൽ നിന്ന് പൊന്തി വന്നോളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നുള്ളിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മീഡിയം തീ ആക്കി വെക്കണം. ചെറിയ സിമ്മിലും വെക്കാൻ പാടില്ല, തീ കൂട്ടിയിട്ടും വെക്കാൻ പാടില്ല. തീ കൂട്ടി വെച്ചാൽ ഇത് ഉൾഭാഗം വേവാണ്ട് വരും. പിന്നെ സിമ്മിലാക്കി വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് ആണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാലും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ഫ്ലഫി ആയിട്ടാണ് ഉൾഭാഗം ഉണ്ടാവുക, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. ഈസിയാണ് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ചട്നിയൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് തിന്നാൻ പറ്റുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ കുറേ കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തിന്നാൻ പറ്റുന്ന ഒരു സ്നാക്ക് അല്ല കേട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കാൻ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞൊരു 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു എന്താ പറയുക, ഒരു തണുത്ത് പോലെ ആയിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് 2 ഭാഗവും ഞാൻ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിന്നുള്ളത്. ആ ഒരു സ്പൂൺ കൊണ്ട് തൊടുന്നതിന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചൂടോടുകൂടി ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ചട്നി വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു നാടൻ സാധനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ചട്നിയാണ് നല്ല കോമ്പിനേഷൻ.
കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ദാ നമ്മളെ നല്ല മുരുമുരാന്നുള്ള നല്ല മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൈസൂർ ബോണ്ട തന്നെ പല രീതിയിൽ പല റെസിപ്പികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വേർഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല മറ്റേ രീതിയിൽ ഉണ്ടാക്കി ഇങ്ങനെയല്ലേ ഉണ്ടാക്കുകയെന്ന് ചോദിക്കേണ്ട കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെതായ വേർഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചായ ഇവിടെ ലിയാന റെഡിയാക്കിന് കേട്ടോ. അപ്പോൾ ചായ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഇന്നത്തെ വൈകുന്നേരത്തെ സ്നാക്ക് എന്ന് പറയുന്നത്. പിന്നെ എണ്ണക്കടി അങ്ങനെ ദിവസം ഉണ്ടാക്കൂല, വീക്കെൻഡിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിന്, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ലിയാന ചട്നി ഉണ്ടാക്കിന് കേട്ടോ. നമ്മളൊരു തേങ്ങാ ചട്നി, സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയും പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില, കുറച്ച് പുളി, ഇത്ര സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ഉൾഭാഗം നമ്മൾ ഉഴുന്നുവടയൊക്കെ പോലെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ് ഉൾഭാഗം, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.